വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ ധന്യ. നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഏരിയ ആണ് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ പലരും വിചാരിക്കുന്നത് അവർ BEd പഠിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് ജനറൽ പേപ്പറിന് പഠിക്കണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. ഇത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിൽ ആറാമത്തെ യൂണിറ്റ് അല്ലെ, ആറാമത്തെ യൂണിറ്റില് മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആക്ച്വലി കാണുന്ന സമയത്ത് സിലബസിൽ വളരെ ചെറിയ ടോപ്പിക്സ് ഒക്കെ ആണെങ്കിലും, ചെറിയൊരു ഭാഗമാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കേണ്ടത്, അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. സോ നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ CC ലേണിംഗ് ആപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. സോ എന്തായാലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ നമുക്ക് എന്തായാലും ഡയറക്റ്റ് നമ്മുടെ കോൺസെപ്റ്റിലോട്ട് തന്നെ കടക്കാം. സോ റിസർച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റ് 6 ആൻഡ് മൊഡ്യൂൾ 3 അതിലാണ് നമ്മുടെ റിസർച്ചിനെ കുറിച്ച് നമ്മുടെ സിലബസിൽ അവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിൽ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ, സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്, ഇതാണ് ആദ്യത്തെ ഭാഗത്തിൽ വരുന്നത്. ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിലെ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് ഇതാണ് അല്ലെ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. അതിൽ തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച് ഉള്ളത്. അപ്പൊ ആദ്യത്തെ ഭാഗം ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിൽ ഇപ്പൊ മീനിങ് ഓഫ് റിസർച്ച് ഒന്നും അധികം ചോദിക്കാറില്ല, എന്താണ് റിസർച്ച് എന്നൊന്നും അധികം ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കണം. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ്. ഓക്കെ, സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച് ആണ്. കാരണം അത് ഒരു 5-6 സ്റ്റെപ്സ് വന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് കുറച്ച് സ്റ്റെപ്സ് തരും, എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ഒരു തവണ പഠിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു 5-6 സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ചിലപ്പോൾ അതേപോലെ എല്ലാം എക്സാമിന് തരുന്നുണ്ടാവുക. ചിലപ്പോൾ എക്സാമിന് ഒരു 8 സ്റ്റെപ്പായിട്ട് അതിനെ തരാം, അല്ലെങ്കിൽ ഒരു 4 സ്റ്റെപ്പായിട്ട് തരാം. അപ്പൊ നമുക്ക് എങ്ങനെ തന്നാലും അതിന് റിസർച്ചിന്റെ കറക്റ്റ് അതിന്റെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പുകൾ തന്നാലും നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചിലവിടെ പഠിക്കാൻ 4 എണ്ണം, ചിലവിടെ 10 എണ്ണം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അവിടെ ചിലപ്പോൾ എക്സാമിന് ഐഡന്റിഫൈങ് റിസർച്ച് പ്രോബ്ലം ആയിരിക്കില്ല, അതിന്റെ അടുത്ത തൊട്ടുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ദെൻ മെത്തഡോളജി, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ചിൽ ടി ടെസ്റ്റും അനോവയും അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി അടുത്ത ഭാഗം ടൈപ്സ് ഓഫ് റിസർച്ച്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർ ഇട്ട് വെക്കാം, നിങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ സ്റ്റാർ ഒക്കെ ഇട്ട് വെക്കാം അല്ലെ. അതിൽ തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പഠിക്കാനായിട്ടുണ്ട്. ആ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ തന്നെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രൈമറി ഡാറ്റാ സോഴ്സും സെക്കൻഡറി ഡാറ്റാ സോഴ്സും. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പ്രൈമറി ഡാറ്റാ സോഴ്സും സെക്കൻഡറി ഡാറ്റാ സോഴ്സും. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 2 വേരിയബിൾസ് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. 2 വേരിയബിൾസ് അല്ല, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്, ദെൻ എക്സ്ട്രാനിയസ് വേരിയബിൾ ഉണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എന്തിൽ നോക്കുന്നത്, എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നോക്കുന്നത്. അപ്പൊ അതല്ലാത്ത ബാക്കി എല്ലാ വേരിയബിൾസിനും നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് രണ്ടും അല്ലാത്ത എക്സ്ട്രാ ആയിട്ട് വരുന്ന വേരിയബിൾസ്, ഈ ഡിപെൻഡന്റ് വേരിയബിളിനെ അഫക്ട് ചെയ്യുന്ന മറ്റുള്ള വേരിയബിൾസിനെ പറയുന്ന പേരാണ് എക്സ്ട്രാനിയസ് വേരിയബിൾ. സോ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നിങ്ങൾക്ക് എന്തായാലും 1 മാർക്ക് കിട്ടുന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്താണ് നോക്കുന്നത്, ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യണം ആൻഡ് എക്സ്ട്രാനിയസ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യണം. ഇത് പല തവണയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, നമ്മൾ എന്തിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, ഏതും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇതൊക്കെ പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ എക്സ്പെരിമെന്റൽ റിസർച്ച് പഠിക്കണം. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് ഉള്ളത്.
ദെൻ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ മെത്തേഡ്സ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച്. ഇതൊക്കെ ആക്ച്വലി നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലിപ്പോ സർവേ, കേസ് സ്റ്റഡി, ഡോക്യുമെന്റ് അനാലിസിസ്, ഇതൊക്കെ ഇപ്പൊ എന്താ പഠിക്കാനുള്ളതെന്ന് തോന്നും. പക്ഷെ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സർവീസ്, കേസ് സ്റ്റഡി, എക്സ്പെരിമെന്റൽ, ഡോക്യുമെന്റ് അനാലിസിസ്, ക്വസ്റ്റനെയർ, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ 2 കാര്യങ്ങൾ പറയാം. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഉണ്ട്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട 2 ടൂൾസ് ആണ്. ഏതൊക്കെയാണ്? ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും. ഓക്കെ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ടൂൾസ് ആണ്. ആൻഡ് ടെക്നിക്സ് ആവുന്ന സമയത്ത് ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ, പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആണ്. നമ്മുടെ റിസർച്ചിൽ അത് പഠിക്കാനില്ല, പക്ഷെ അതും ഒരു ടെക്നിക് ആണ്. ആൻഡ് സോഷ്യോമെട്രി എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ടെക്നിക്സ് ആണ്. എന്നാലും അതൊക്കെ ടെക്നിക്സ് ആണെന്ന് മനസ്സിലാക്കുക. ടൂൾസ് വേറെ, ടെക്നിക്സ് വേറെയാണ്. നമ്മുടെ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടൂൾസ് ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും ആണ്. ആൻഡ് നമ്മുടെ ടെക്നിക്സ് പറയുന്നത് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ടൂൾസ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും ടെക്നിക്സ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് റിസർച്ച് പറയുകയാണെങ്കിൽ സർവേ മെത്തേഡ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ മെത്തേഡ് ഉണ്ട്, ദെൻ ഡോക്യുമെന്റ് അനാലിസിസ് ഉണ്ട്. അതൊക്കെ മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. അപ്പോൾ എക്സാമിന് മെത്തേഡ്സ്, ടൂൾസ്, ടെക്നിക്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. ചിലപ്പോൾ ഒരു 4 ഓപ്ഷൻ ഇതൊക്കെ ആയിരിക്കും: സർവേ, കേസ് സ്റ്റഡി, ചെക്ക് ലിസ്റ്റ്, ദെൻ ഒബ്സർവേഷൻ. ഇതിൽ ടെക്നിക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും അല്ലെ? പക്ഷെ ഇതിന്റെ ടെക്നിക് എന്തായിരുന്നു? ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നമ്മൾ BEdലൊക്കെ പഠിച്ച ആക്ഷൻ റിസർച്ച് ആണ്. പക്ഷെ BEdൽ പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം ഇവിടെ കുറച്ചുകൂടെ നമുക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ആക്ഷൻ റിസർച്ച്, നമ്മൾ BEdൽ പഠിച്ച ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? അതായത് നമ്മളിപ്പോ സ്കൂളിൽ ടീച്ചർ യൂസ് ചെയ്യുന്ന ആക്ഷൻ റിസർച്ച് ആണ്. അപ്പൊ അത് കുട്ടികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് ആഫ്റ്റർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ ആക്ഷൻ റിസർച്ച് നടത്തുന്നു അല്ലെ? അപ്പൊ അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട്, കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇനി റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമുക്ക് അത്യാവശ്യം പഠിക്കാനുമുള്ള ഒരു ഭാഗമാണ്. അതായത് നമ്മളൊരു തീസിസ് എഴുതുന്ന സമയത്ത്, അതായത് സ്റ്റൈൽസ് ഓഫ് റെഫറൻസ് ഇൻ തീസിസ് അല്ലെങ്കിൽ തീസിസ് റൈറ്റിംഗ് സ്റ്റൈൽ എന്നുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പൊ റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് കണ്ടോ, സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്, APA സ്റ്റൈൽ, പ്ലേജറിസം, എത്തിക്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്മുടെ HSSTക്കൊക്കെ, ഇപ്പൊ ഞാൻ HSSTക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂടുതലും ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി HSSTക്കുള്ള ഒരു കടമ്പയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റിലും പ്രതീക്ഷിക്കാം. HSSന്റെ അത്രയും ലെവൽ ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് സെറ്റിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കണക്കാക്കരുത്, പഠിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന കാര്യം ഞാൻ പറയാനായിട്ട് പോവാണ്. സോ ആദ്യം തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പല തവണയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യം, ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് റിസർച്ചിൽ വരാറുണ്ട്. ഇത് കണ്ടോ, അനോവ. ഇത് ഞാൻ ഏതിനാ പറഞ്ഞേ? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് അല്ലെ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ്ഡ് ഇൻ റിസർച്ച് എന്നുള്ള ഭാഗം. ആദ്യത്തെ ഒന്നാണ് അനോവ. ദെൻ പ്ലേജറിസം നമ്മൾ പറഞ്ഞു. പ്ലേജറിസം ആ റിസർച്ച് എത്തിക്സിലൊക്കെ പറഞ്ഞ ആ പ്ലേജറിസം എന്നുള്ള ഭാഗം. ദെൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പറഞ്ഞു. ഡിപ്പെൻഡന്റ് വേരിയബിൾ പറഞ്ഞു. അതായത് ഈ ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്ന 4 എണ്ണവും 4 ടോപ്പിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. റിസർച്ചിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? 4 ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്ന കാര്യങ്ങളാണ് ഈ ലിസ്റ്റ് 1ൽ തന്നിരിക്കുന്നത്. സോ ഇത് പ്രോപ്പർ ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അനോവ എന്ന് പറയുന്നത് ഒരു ഉർക്കുൻറ്റ് ആണോ, എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, ഗ്രൗണ്ടഡ് തിയറി ആണോ? നമുക്കറിയാം ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾ ഇൻ റിസർച്ച് എന്നുള്ള ഭാഗത്ത് നിന്ന് വരുന്നതാണ് അനോവ. ടി ടെസ്റ്റ്, F ടെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അനോവ ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുമ്പോൾ A ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്ന 2 ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ? A ഈസ് റിലേറ്റഡ് ടു 3 എന്ന് പറയുന്ന 2 ഓപ്ഷൻ ആണ്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും C ഈസ് റിലേറ്റഡ് ടു 4 എന്ന് അവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലെ? അത് കോമൺ ആണ്. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഗ്രൗണ്ടഡ് തിയറി ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റി
അല്ലെ, അത് അറിയാൻ പറ്റി. ഇനി B2 ആണോ B1 ആണോ എന്ന് ആദ്യം നോക്കുക. B2 ആണോ B1 ആണോ? അതായത് 2 എന്ന് പറയുന്നത് പ്ലേജറിസം ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണോ, പ്ലേജറിസം എന്ന് പറയുന്നത് ഉറുക്കുണ്ട് ആണോ എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന ഒരു ടൂൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഉറുക്കുണ്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ B is related to 1 ആണ്. സോ B is related to 1 ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ബാക്കി എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരുന്നത്. സോ ഞാൻ ആദ്യം എക്സ്പെരിമെന്റൽ റിസർച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രാനിയസ് വേരിയബിൾ. ഈ വേരിയബിൾസിനെ ഒക്കെ കാണുമ്പോൾ അത് കൂടുതലായിട്ടും നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിസർച്ച് ടൂൾ? കണ്ടോ, ഇതിൽ ഏതാണ് റിസർച്ച് ടൂൾ? സർവേ ആണോ, ചെക്ക് ലിസ്റ്റ് ആണോ, കേസ് സ്റ്റഡി ആണോ, ഇന്റർവ്യൂ ആണോ? നമുക്ക് അറിഞ്ഞിരിക്കണം, സർവേയും കേസ് സ്റ്റഡിയും മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ടെക്നിക് ഓഫ് റിസർച്ച് ആണ്. ചെക്ക് ലിസ്റ്റ് ആണ് ഇവിടുത്തെ റിസർച്ച് ടൂൾ എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ റിസർച്ച് ടൂൾ എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഇനി അടുത്തത്, ഇഫ് എ ടീച്ചർ ഐഡന്റിഫൈസ് എ ജനറൽ പ്രോബ്ലം ഇൻ ദ ക്ലാസ് റൂം ഹി ക്യാൻ പ്രൊവൈഡ് ദ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ത്രൂ. ഇത് നിങ്ങൾക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെ? ഇത് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ എല്ലാവരും B.Ed പഠിച്ച കാര്യമാണ്. ഏതാണ്? ആക്ഷൻ റിസർച്ച് ആണ്, അല്ലെ? ആക്ഷൻ റിസർച്ച് ആണ്. പിന്നെ അത് കൂടുതൽ പറയുന്നില്ല. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഒരുപാട് ഡെപ്തിലോട്ട് പോവല്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുവാണ്. സോ പ്രോസസ് ഓഫ് നാച്ചുറലിസ്റ്റിക് എൻക്വയറി ദാറ്റ് സീക്സ് ആൻ ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ ഫിനോമിന വിത്തിൻ ദ നാച്ചുറൽ സെറ്റിംഗ് ഈസ് ഡാഷ് റിസർച്ച്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, അല്ലെ? ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വേണ്ട ആൻസർ ഉണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വേണ്ട ആൻസർ ഉണ്ടാവും എന്നുള്ളത്. അതായത് നാച്ചുറലിസ്റ്റിക് എൻക്വയറി ആണ് ഒന്നാമത്തെ കീവേഡ്. ഇനി ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ ഫിനോമിന എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആണ്. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അല്ലെ? എന്താണ് അതിന്റെ ഡിഫറൻസ്? ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചൊരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുകയാണ്. ഇപ്പൊ കേസ് സ്റ്റഡി ആയിക്കോട്ടെ, എത്നോഗ്രഫി ആയിക്കോട്ടെ, ഗ്രൗണ്ടഡ് തിയറി ആയിക്കോട്ടെ, ഫിനോമിനോളജി ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, അല്ലെ? അതൊക്കെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെ? ഇൻ-ഡെപ്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്, അല്ലെ? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ എക്സാമ്പിൾ റിക്വയർസ് സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്? അതായത് സാമ്പിളിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെയും നിങ്ങൾ എന്താണ് സാമ്പിളിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കാരണം സാമ്പിളിംഗ് ടെക്നിക്സിൽ തന്നെ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്കിന് എക്സാമ്പിൾ ആയിട്ട് ഏതാ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോൺ ഹെട്രോസെക്ഷൽ പേഴ്സൺ ആണ്. കാരണം എന്താ? ഈ നോൺ ഹെട്രോസെക്ഷൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് റെയർ ആണ്, അല്ലെ? അപ്പൊ റെയർ ആയിട്ടുള്ള ഡാറ്റ കിട്ടാൻ, നമുക്ക് ഡാറ്റ ഭയങ്കര റെയർ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ്, ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ് നമ്മുടെ സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോന്റെ താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി അടുത്തതും സാമ്പിളിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. എ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ദാറ്റ് എൻഷുവേഴ്സ് ദ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് എ പോപ്പുലേഷൻ ഈസ് ടെക്നിക്കലി കോൾഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് പ്രൈമർലി ഡ്രിവൻ ബൈ ക്യൂരിയോസിറ്റി and the desire to expand the knowledge irrespective of immediate practical usability. ഇത് കുറച്ചൊരു വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അധികം ഫെമിലിയർ അല്ലാത്ത ഒരു ഏരിയ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. Which type of research is primarily driven by curiosity and the desire to expand the knowledge irrespective of immediate practical usability. അപ്പൊ ഇവിടെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്താണ് ആപ്ലിക്കേഷൻ അല്ല അല്ലെങ്കിൽ യൂസബിലിറ്റി ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രൈമർലി ഡ്രിവൺ ബൈ ക്യൂരിയോസിറ്റി ആൻഡ് ദ ഡിസയർ ടു എക്സ്പാൻഡ് ദ നോളജ്. ജസ്റ്റ് അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ്. സോ അപ്ലൈഡ് റിസർച്ച് ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, ഫണ്ടമെന്റൽ റിസർച്ച് ആണോ, പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ആണോ? ഇതിൽ ഏതാണ് ആൻസർ? നിങ്ങൾ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഈസിയാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ആൻഡ് ഈ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് മനസ്സിലാക്കുക. അപ്പൊ
അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, റിസർച്ച് ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം by exploring the applicability of already established principle is known as. അതെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ്. അപ്പൊ നമുക്ക് ആക്ച്വലി എന്താണ്, നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ പഠിച്ചത് അതേപോലെയല്ല നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിക്കുന്നത്. അവിടെ കുറച്ചുകൂടെ ഒന്ന് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എപ്പോഴും വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അത് മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊന്നുകൂടെ നോക്കിക്കേ, റിസർച്ച് ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ബൈ എക്സ്പ്ലോറിംഗ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ. അപ്പൊ അത് പ്യുവർ റിസർച്ച് ആണോ, ഫണ്ടമെന്റൽ റിസർച്ച് ആണോ, അപ്ലൈഡ് റിസർച്ച് ആണോ, ആക്ഷൻ റിസർച്ച് ആണോ? അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, കാരണം എല്ലാം കൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ കഴിഞ്ഞ 2 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, റിസർച്ച് ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ബൈ എക്സ്പ്ലോറിംഗ് ദ ആപ്ലിക്കബിലിറ്റി എന്നുള്ളൊരു വാക്കുണ്ട്, ഓഫ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ അല്ലെ. ആപ്ലിക്കബിലിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്യുവർ റിസർച്ച് അല്ല. ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് മുൻപുള്ള ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ പ്യുവർ റിസർച്ച് അല്ല. കാരണം പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസർച്ച് എന്നൊക്കെ പറയുമ്പോൾ അതില് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു തിയറി ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നോളജ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് ആക്ച്വലി ആ ഒരു ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച്, പ്യുവർ റിസർച്ച് ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്യുവർ റിസർച്ച് അല്ല, ദെൻ ഫണ്ടമെന്റൽ റിസർച്ച് അല്ല. ദെൻ ഇവിടെ പറയുന്നുണ്ട്, നോക്കിക്കേ, റിസർച്ച് ദാറ്റ് എയിംസ് അറ്റ് പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം ബൈ എക്സ്പ്ലോറിംഗ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ ഇവിടെ ആക്ഷൻ റിസർച്ചും വരില്ല. കാരണം എന്താണ്, അവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ പ്ലാനിനാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ബാക്കി ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്, അത് കുറച്ചുകൂടി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് ഓപ്ഷൻ സി ആണ്, അപ്ലൈഡ് റിസർച്ച് ആണ്. ബിക്കോസ് ഇറ്റ് ഫോക്കസ് ഓൺ സോൾവിംഗ് ദ സ്പെസിഫിക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഫേസിംഗ് ദ സൊസൈറ്റി. സോ അവിടെയാണ് ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത്, ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യന്റെയും കൂടെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ CC-യിൽ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഞാൻ ഓൾറെഡി നേരത്തേക്ക് പറഞ്ഞതുപോലെ 2016 മുതൽ നമ്മുടെ 2026 ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് അത് മാത്രമല്ല, ഇപ്പൊ റീസെന്റ് ഇപ്പൊ HSST എക്സാം കഴിഞ്ഞു. അപ്പൊ അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ദെൻ നമ്മുടെ നെക്സ്റ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഒരു കളക്ഷൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മുടെ CC-യിലെ എല്ലാ സ്റ്റുഡൻസിനും അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ എക്സാം ഹാളിൽ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ തിയറി മാത്രം പഠിച്ചു പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്നല്ല, പക്ഷെ ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പൊ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല എന്ന് പറയില്ലേ. അപ്പൊ ആ പറ്റാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കും എന്തായാലും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ എനിക്ക് പറ്റില്ല, പഠിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും പഠിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ CC-യിൽ ഇപ്പോൾ 75 ഡേയ്സിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി പഠിച്ചാലും എന്തായാലും സെറ്റ് കിട്ടും, പക്ഷെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. 9746455514 എന്നുള്ളൊരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇതിന് താഴെ ലിങ്കും കൂടെ ഉണ്ട്, അതിൽ രജിസ്റ്ററും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.